ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഉം. അപ്പോ മൈക്രോ കൺട്രോളർ വന്നവര് വേണമെങ്കിൽ എൻ്റെ കൂട്ടത്തിലൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി, ഞാൻ അൺമ്യൂട്ട് ആക്കി തരാം. ഓക്കെ. എല്ലാവർക്കും എൻ്റെ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന വിൻഡോ ആണോ IDEയുടെ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ നമ്മളിന്ന് പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ് ആണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ അർഡിനോ IDEയിൽ പ്രോഗ്രാം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സീരിയൽ മോണിറ്റർ, സീരിയൽ പ്ലോട്ടറിന്റെ ഒക്കെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ കിറ്റ് വന്നവര് ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള കോഡ് ഉണ്ട്. ഒരു USB to മൈക്രോ USB കേബിൾ ഉണ്ട്. പിന്നെ ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്, അർഡിനോ നാനോ. അത് കണ്ട എല്ലാവർക്കും മനസ്സിലാവില്ലേ, അർഡിനോ നാനോ ഏകദേശം. ഉം, ഇതാണ് സാധനം, അർഡിനോ നാനോ. ഓക്കെ, അപ്പൊ കിറ്റ് വന്നവര് എടുത്തു വെച്ച് എൻ്റെ കൂട്ടത്തിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മളിന്ന് സെൻസേഴ്സ് ഒന്നും ഇന്റർഫേസ് ചെയ്യില്ല, ജസ്റ്റ് ബേസിക് പ്രോഗ്രാമിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും ഞാനിപ്പോ ഷെയർ ചെയ്തിരിക്കുന്ന ഈ നാനോയുടെ പിന്നോട്ട് ഡയഗ്രം കാണാമല്ലോ. കാണാമോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു മൈക്രോ കൺട്രോളർ യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന അർഡിനോ നാനോ ആണ്. അർഡിനോയ്ക്ക് തന്നെ വേറെ കുറെ ബോർഡ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, അർഡിനോ യൂണോ ഉണ്ട്, അർഡിനോ ലിയനാർഡോ, അർഡിനോ പ്രോ മിനി, 8010, 85 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സീരീസ് ഓഫ് ബോർഡ്സ് ഉണ്ട്. ഓക്കെ, അതല്ലാതെ അർഡിനോ വെച്ചിട്ട് നോൺ അർഡിനോ ബോർഡ്സ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതായത് STM32, ESP32, അങ്ങനെ കുറെ കുറെ ബോർഡ്സ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് ഡെവലപ്മെന്റ് ബോർഡ് അല്ലെങ്കിൽ ഏത് മൈക്രോ കൺട്രോളർ ചൂസ് ചെയ്താലും നിങ്ങൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റ് ബോർഡ്, അതിൻ്റെ അകത്തെ എന്താണ് ഡിജിറ്റൽ പിൻസ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ സെൻസേഴ്സും ഇത് വെച്ചിട്ട് ഇന്റർഫേസ് ചെയ്യാൻ പറ്റുമോ, കോമ്പാക്റ്റബിൾ ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ബോർഡിന്റെ പിന്നൗട്ട് ഡയഗ്രാം എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നൗട്ട് ഡയഗ്രാം എടുക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ടാസ്ക് ആണ്. ജസ്റ്റ് ഗൂഗിളിൽ പോവുക,
നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ബോർഡ് ഏതാണെന്ന് വെച്ചാൽ അതിന്റെ പേര് അടിച്ചു കൊടുക്കുക, പിൻ ഔട്ട് എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇഷ്ടം പോലെ വരും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നോക്കുക. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർഡിനോ നാനോ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ. ആദ്യം നമ്മുടെ ഇങ്ങനെ ഒരു പിൻ ഔട്ട് ഡയഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നേക്കുന്ന കിറ്റിനകത്ത് രണ്ട് മൂന്ന് ടൈപ്പ് സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് അനലോഗ് സെൻസർ ഉണ്ട്, ഡിജിറ്റൽ സെൻസർ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നേക്കുന്ന ആ ഒരു കിറ്റിനകത്ത് ഈ രണ്ട് ടൈപ്പ് സെൻസേഴ്സ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ സെൻസേഴ്സ് ഇന്റർഫേസ് ചെയ്യാൻ വേറെയും കുറെ മെത്തേഡ്സ് ഉണ്ട്. I2C ഉണ്ട്, SPI ഉണ്ട്, UART ഉണ്ട്. അങ്ങനെ കുറെ കുറെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി രണ്ട് ടൈപ്പ് ആണ് വരുന്നത്, അനലോഗ് സെൻസർ അല്ലെങ്കിൽ ഡിജിറ്റൽ സെൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ പ്രൊജക്റ്റിന് ടോട്ടൽ എത്ര ഡിജിറ്റൽ പിന്ന് അല്ലെങ്കിൽ എത്ര GPIOs വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു 5 സെൻസർ നിങ്ങൾക്ക് ഉണ്ട്, 5ഉം ഡിജിറ്റൽ സെൻസർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് 5 GPIOs വേണം, അതായത് 5 ഡിജിറ്റൽ പിൻസ് വേണം. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ ബോർഡിന് വേണ്ടതും അറ്റ്ലീസ്റ്റ് 5 ഡിജിറ്റൽ പിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് പിൻ ഔട്ട് ഡയഗ്രം എടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് ദാ ഇവിടെ കാണാൻ പറ്റും ഈ D0, D1, D2 അങ്ങനെ D13 വരെ ഉണ്ട്. ഓക്കെ, ഈ D13, ഈ ഡി വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് അതെല്ലാം ഡിജിറ്റൽ പിൻസ് ആണ് എന്നുള്ളതാണ്. ഡിജിറ്റൽ പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് 0 or 1 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതും ഡിജിറ്റൽ ആയിരിക്കും. 0 or 1 അതിനെയാണ് ഡിജിറ്റൽ പിൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് D1, D2, D3, D4 അങ്ങനെ കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആർഡിനോ നാനോയ്ക്ക് 13 ഡിജിറ്റൽ പിൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് 13 ഡിജിറ്റൽ സെൻസേഴ്സ് വരെ ആർഡിനോ നാനോയിൽ അറ്റ് എ ടൈം ഇന്റർഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 13 ഡിജിറ്റൽ പിൻസ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആർഡിനോ നാനോയ്ക്ക്. അതേപോലെ തന്നെ അനലോഗ് പിന്ന്. അനലോഗ് പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0യ്ക്കും 1, അതായത് ലോയ്ക്കും ഹൈക്കും ഇടയിലുള്ള സ്റ്റേറ്റും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതെല്ലാം ബേസിക്കലി വോൾട്ടേജസ് ആണ്. ഓക്കെ, ഇപ്പൊ ആർഡിനോ നാനോയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർഡിനോ നാനോ 5 വോൾട്ട് ലോജിക് ആണ്. അതായത് 0 എന്ന് പറയുന്നത് അതായത് ലോജിക് ലെവൽ 0 എന്ന് പറയുന്നത് 0 വോൾട്ടും ലോജിക് ലെവൽ ഹൈ എന്ന് പറയുന്നത് 5 വോൾട്ടും ആയിട്ടായിരുന്നു നമ്മൾ പറയുക. അതാണ് ആർഡിനോ നാനോയുടെ ഹൈ. ആർഡിനോ നാനോയുടെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വോൾട്ടും ആർഡിനോ നാനോയുടെ ലോ എന്ന് പറഞ്ഞാൽ 0 വോൾട്ടും ആണ്. ഓക്കെ, അപ്പോൾ ഈ ആർഡിനോ നാനോയുടെ അനലോഗ് പിന്ന്, ഈ അനലോഗ് പിന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് 0യ്ക്കും 5നും ഇടയിലുള്ള ഏത് വോൾട്ടേജ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ അനലോഗ് പിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതേപോലെ 0യ്ക്കും 5നും ഇടയിലുള്ള ഏതൊരു വോൾട്ടേജ് വേണമെങ്കിലും നമുക്ക് ഇൻപുട്ട് ആക്കിയും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അനലോഗ് പിന്നിന്റെ ഡിജിറ്റൽ പിന്നിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? ഓക്കെ, ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ,
നമ്മൾ യൂസ് ചെയ്യുന്ന അർഡിനോ നാനോയ്ക്ക് 13 ഡിജിറ്റൽ പിന്നും 7 അനലോഗ് ഔട്ട്പുട്ട് പിന്നുമാണ് ഉള്ളത്. നമ്മളിപ്പോൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു പിൻ ഔട്ട് ഡയഗ്രാം വെച്ചിട്ട് ഓക്കെ, ഇതാ ഈ റൈറ്റ് സൈഡിൽ A0 to A7 വരെ 8 അനലോഗ് പിന്നും D0 തൊട്ട് D13 വരെ 13 ഡിജിറ്റൽ പിന്നുമാണ് ഉള്ളത്. ഓക്കെ, ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടേ രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ലോ അല്ലെങ്കിൽ ഹൈ. അനലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയ്ക്കും ഹൈക്കും ഇടയിലുള്ള സ്റ്റേറ്റും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഇതെല്ലാം വോൾട്ടേജിന്റെ ടേംസിലാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പോൾ ഒരു DSO, അതായത് ഓസിലോസ്കോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വോൾട്ടേജ് ആയിട്ടായിരിക്കും കാണുന്നത്. അർഡിനോ നാനോ എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ലോജിക് ലെവലാണ്. ഓക്കെ, മൈക്രോ കൺട്രോളേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോജിക് ലെവൽ ഉണ്ട്. അതായത് അതിന്റെ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത് എത്ര വോൾട്ടിലാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ലോജിക് ലെവല്. ഇപ്പൊ ഈ അർഡിനോ നാനോയിൽ യൂസ് ചെയ്തേക്കുന്ന ചിപ്പ്, അതായത് ATmega328P എന്ന് പറയുന്ന ചിപ്പ് 5 വോൾട്ട് ടോളറന്റ് ആണ്. അതായത് 5 വോൾട്ടിലാണ് ആ ചിപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡിജിറ്റൽ പിന്നിൽ കൊടുക്കുന്നത് 5 വോൾട്ട് ആണെങ്കിൽ അതാണ് അതിന്റെ ഹൈ, 0 വോൾട്ട് ആണെങ്കിൽ അതാണ് അതിന്റെ ലോ. ഓക്കെ, ഇതിനൊരു ടോളറൻസ് ഉണ്ട്, നമ്മൾ തിയററ്റിക്കലി ആണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഡിജിറ്റൽ പിന്നിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് വരുന്ന ഹൈ വോൾട്ട്, അതായത് ഡിജിറ്റൽ പിന്നിൽ നമ്മൾ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുക, ഡിജിറ്റൽ പിന്നിൽ ഹൈ വന്നം എന്ന് പറഞ്ഞ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ പിന്നിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വോൾട്ട് ആയിരിക്കും ഹൈ ആവുന്ന സമയത്ത്. ഓക്കെ, അതേപോലെ തന്നെ ലോ എന്ന് പറഞ്ഞ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ പിന്നിൽ നിന്ന് വരുന്ന വോൾട്ടേജ് അറൌണ്ട് 0 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അതാണ് ഡിജിറ്റലിന്റെ കൺസെപ്റ്റ്. അതേപോലെ തന്നെ അനലോഗ് എന്ന് പറഞ്ഞാൽ ഈ ഞാനിപ്പോ പറഞ്ഞ ലോയ്ക്കും ഹൈക്കും ഇടയിലുള്ള ഒരു സ്റ്റേറ്റ് ഇല്ലേ, അതായത് 0യ്ക്കും 5 വോൾട്ടിനും ഇടയിലുള്ള സ്റ്റേറ്റ്, അതായത് 1 2 3 4 5, ആ ഒരു വോൾട്ടേജ് ലെവൽ ഇല്ലേ, ആ ഒരു വോൾട്ടേജ് ലെവൽ ഫുള്ള് നമുക്ക് അനലോഗ് പിന്നിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മൈക്രോ കൺട്രോളറിൽ നിന്ന് കിട്ടേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.3 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് മൈക്രോ കൺട്രോളറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡിജിറ്റൽ പിൻ ആവില്ല, അത് അനലോഗ് പിൻ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് അനലോഗ് പിൻ യൂസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് 3.3 വോൾട്ട് അല്ലെങ്കിൽ 2 വോൾട്ട് 1 വോൾട്ട് എന്ന് പറഞ്ഞ് കറക്റ്റ് പ്രിസൈസ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് ഒരു സെൻസറിന്റെ ഔട്ട്പുട്ട്, ആ ഒരു സെൻസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അത് ഡിഫറെന്റ് വോൾട്ടേജ് ലെവലിലാണ് വരുന്നത്. സേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്തോറും ഈ സെൻസർ ഔട്ട്പുട്ട് ചെയ്യുന്ന വോൾട്ടേജിന്റെ ലെവല് കൂടും. ഓക്കെ, അതായത് ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള ലൈറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുമ്പോൾ സെൻസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വോൾട്ട് ആണ്. ഓക്കെ, ഇപ്പൊ കുറച്ച് ഇന്റൻസിറ്റി കുറഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പോൾ 5 നിന്ന് മാറി ഒരു 4.5 വോൾട്ട് ആയിരിക്കും ഇത് ജനറേറ്റ് ചെയ്യുക. കുറച്ചുകൂടെ താഴുമ്പോൾ ഒരു 3 വോൾട്ട് ആയിരിക്കും ഈ സെൻസർ ഔട്ട്പുട്ട് തരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡാറ്റയാണ് എനിക്ക് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതും അനലോഗ് പിൻ ആയിരിക്കും. ഓക്കെ, ഡിജിറ്റൽ പിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സിനേരിയോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസർ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എയ്തർ 0 ഓർ 5 വോൾട്ട്. മനസ്സിലായോ? ആ ഒരു ലോജിക് ലെവലിൽ വന്നാൽ മാത്രമേ നമ്മൾ ഡിജിറ്റൽ പിന്നെ യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ എല്ലാവരും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്.
ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു പ്രൊജക്റ്റ് വേണമെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 2 വോൾട്ട് ആണ് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അനലോഗ് പിൻ യൂസ് ചെയ്യാം. അനലോഗ് പിൻ യൂസ് ചെയ്ത് നമുക്ക് 2 വോൾട്ട് ഉണ്ടാക്കാം. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ പിൻ തന്നെ നമുക്ക് യൂസ് ചെയ്ത് ഈ ഡിജിറ്റൽ പിന്നിൽ PWM ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ PWM ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ പറയുക, ഡിഫറെന്റ് വോൾട്ടേജസ് ഉണ്ടാക്കാം. അത് ഡിജിറ്റലി തന്നെ ഡിഫറെന്റ് വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, മനസ്സിലായി. അത് ഡിജിറ്റൽ തന്നെയാണ്, പക്ഷെ നമുക്ക് 2 വോൾട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്തിട്ട്. പക്ഷെ അനലോഗിന്റെ അത്രയും ആക്യുറേറ്റ് ആയിരിക്കില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? അതെ, മൈക്രോ കൺട്രോളേഴ്സ് എല്ലാത്തിലും കൺസെപ്റ്റ്സ് സെയിം ആണ്. അതായത് അനലോഗ് പിൻ ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ ഇൻപുട്ട് വേരിയബിൾ ഔട്ട്പുട്ട് കിട്ടും. ഡിജിറ്റൽ പിൻ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ഹൈ ഓർ ലോ ആ ഒരു സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കൺസെപ്റ്റ്സ് എല്ലാം മൈക്രോ കൺട്രോളറിലും സെയിം തന്നെയാണ്. വ്യത്യാസമാകെ വരുന്നത് ഈ വർക്കിംഗ് വോൾട്ടേജ് നോക്കണം. മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് ഏത് ലെവലാണെന്നുള്ളത് നോക്കണം. ഓക്കെ, അതായത് ഇപ്പൊ ഞാനീ പറഞ്ഞു നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന നാനോ 5 വോൾട്ട് ലോജിക് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വോൾട്ട് ആണ് ഇൻപുട്ടിൽ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസർ 3.3 ആണെന്ന് വിചാരിക്കുക. അതിന് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ 3.3 വോൾട്ട് ആണ്. ആ ഒരു മൈക്രോ കൺട്രോളറിൽ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിജിറ്റൽ പിൻസ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. സെൻസേഴ്സ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പിന്നുമായിട്ട് ഇന്റർഫേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസർ നിങ്ങളുടെ കിറ്റിനകത്തുണ്ട്. അതിനകത്ത് ഒരു പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, IR പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്. അതൊരു ഡിജിറ്റൽ പിന്നാണ്, ഡിജിറ്റൽ സെൻസറാണ്. അതായത് ഏതൊരു ഹൈ ഓർ ലോ മാത്രമേ അതിന്റെ പിന്നിൽ നിന്ന് ഔട്ട്പുട്ട് വരത്തുള്ളൂ. അതേപോലെ തന്നെ അനലോഗ് സെൻസറിന് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിങ്ങളുടെ കിറ്റിൽ നിങ്ങൾക്ക് അയച്ചു തന്നേക്കുന്ന കിറ്റിനകത്ത് ഒരു എന്താ പറയാ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചർ സെൻസർ ബോത്ത് ഡിജിറ്റൽ ആൻഡ് അനലോഗ് ഔട്ട്പുട്ട് തരും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത കാര്യങ്ങൾ പറയട്ടെ. ഓക്കെ, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ PWM ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് വോൾട്ടേജ് ഡിജിറ്റൽ പിന്നെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ അർഡിനോയുടെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളറിന്റെ എല്ലാ ഡിജിറ്റൽ പിന്നും PWM ഔട്ട്പുട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്പെസിഫിക് പിന്നാണ് നമുക്ക് PWM സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കണം. അതും
ഈ പിൻ ഔട്ടിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ PWM എന്ന് പറഞ്ഞിട്ട് പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പിന്നുകളിൽ മാത്രമേ PWM ഔട്ട്പുട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന അനലോഗും ഡിജിറ്റലും സെൻസർ അല്ലാതെ എന്താ പറയാ, വേറെയും കുറെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്ത് മൈക്രോ കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UART കമ്മ്യൂണിക്കേഷൻ, അതായത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതായത് RXും TXും പിന്നെ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് UART കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ I2C, അതായത് I2C കമ്മ്യൂണിക്കേഷൻ. I2Cയിലും രണ്ട് പിന്ന് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ രണ്ട് പിൻസിനെ നമ്മൾ പറയുന്നത് SDA ആൻഡ് SCL എന്നാണ്. അതേപോലെ തന്നെ വേറൊരു കമ്മ്യൂണിക്കേഷൻ ആണ് SPI കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിനകത്ത് നമ്മൾ മിസോ, മോസി, SCL, SCK എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതും കൂടെ നോക്കണം. ഇപ്പൊ നമ്മുടെ കേസിൽ, അതായത് നാനോയുടെ കേസിൽ ഇതാ ഇവിടെ നമുക്ക് RXും TXും കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ പിൻ 0ലും 1ലും RXും TXും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ Arduino Nano UART കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അതേപോലെ തന്നെ അതാ ഇവിടെ A5, A4, SDA, SCL ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ I2Cയും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ SCK, മിസോ, മോസി, SS ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് SPIയും യൂസ് ചെയ്യാം. ഓക്കെ. അതായത് ഇതെല്ലാം കൊടുത്തേക്കുന്നത് ഡിഫോൾട്ട് പിന്നാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഓരോ ലൈബ്രറീസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഫങ്ഷനാലിറ്റീസ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് SCL I2C സെൻസേഴ്സ് ഇന്റർഫേസ് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള ലൈബ്രറി ഉണ്ട്. ഓക്കെ. ആ ലൈബ്രറി യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന പിൻസിനെയാണ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതായത് Arduinoയുടെ ഒരു I2Cയുടെ ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സെൻസർ ഇന്റർഫേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ. അവിടെ നമ്മൾ ഈ A4, A5 പിന്നാണ് യൂസ് ചെയ്യുന്നതെന്ന് സെപ്പറേറ്റ് നമ്മുടെ കോഡിൽ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഡാറ്റ ഈ പിൻസിൽ നിന്ന് തന്നെയായിരിക്കും I2C കോഡിൽ എടുക്കുക. ഓക്കെ. അതുകൊണ്ടാണ് ഞാനിത് ഡിഫോൾട്ട് പിന്നാണെന്ന് പറയുന്നത്. നമുക്ക് സെപ്പറേറ്റ് പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ബാക്കിയുള്ള പിന്നും നമുക്ക് I2C പിൻസ് ആയിട്ടും SPI പിൻസ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അത് നമുക്ക് പ്രോഗ്രാമിൽ നമ്മൾ സെപ്പറേറ്റ് കോഡ് റൈറ്റ് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. അതായത് ഇന്ന പിന്നുകളാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ. ഓക്കെ. അതാണ് ഈ ഡിഫോൾട്ട് പിന്നിന്റെ കൺസെപ്റ്റ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, പിന്നെയുള്ളത് ICSP പിൻസ് ആണ്. അതൊന്നും ഇപ്പൊ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ICSP പിന്നെ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഈ ഇൻഡസ്ട്രിയലി നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻഡസ്ട്രിയലി നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ ICSP ഒക്കെ വരുന്നത്. ICSP എന്ന് വെച്ചാൽ ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ്. അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൈക്രോ കൺട്രോളറിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ സർക്യൂട്ടറിയുടെ ആവശ്യമൊന്നും ഇല്ലാതെ. അതായത് എന്താ പറയാ, ഇപ്പോ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ മാത്രമായിട്ടുള്ള ഒരു ബോർഡല്ല, ഇതിനെ നമ്മൾ ഡെവലപ്മെന്റ് ബോർഡ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പാക്കേജിനകത്ത് ഇവിടെ ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്, നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു മിനി USB പോർട്ട് ഉണ്ട്, പിന്നെ ഈ മിനി USBന്ന് നമ്മുടെ ഈ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രൈവർ IC ഉണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്, അതിൻ്റെ അനുബന്ധിച്ചിട്ടായിട്ടുള്ള കുറച്ച് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അനലോഗ് സർക്യൂട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന കുറച്ച് LED ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഡെവലപ്മെന്റ് ബോർഡിൽ. പക്ഷേ ഇൻഡസ്ട്രിയലി നമ്മളൊരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സർക്യൂട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിലോ ഉണ്ടാവത്തില്ല. ആ സമയത്ത് നമുക്ക് മൈക്രോ കൺട്രോളറിന് ആവശ്യമായിട്ടുള്ള മൈക്രോ കൺട്രോളർ മാത്രം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഈ ഡ്രൈവർ ICയോ അങ്ങനെ ഒന്നും കാണത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു പിന്നാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ. ഈ ICSP എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതിന് വേറെയും കുറെ ഫങ്ഷനാലിറ്റീസ് ഒക്കെ ഉണ്ട്. ബേസിക്കലി ഇതാണ് അതിന്റെ ഫങ്ഷൻ വരുന്നത്. ഓക്കെ. ഇത്രയൊക്കെയാണ് ഇപ്പോ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഓക്കെ.
ആ ICSP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ്. അതായത് നമ്മൾ ഈ എന്താ പറയാ, നമുക്ക് ഈ ലാപ്ടോപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല ICSP യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതിന് എന്താ ഈ ICSP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി MCU ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന പിന്നാണ്. അതായത് ഇതിന്റെ MCUവിന്റെയും ഈ പിന്നിന്റെയും ഇടയ്ക്ക് വേറെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു കമ്പോണന്റും ഇല്ല. അപ്പൊ നമുക്കിത് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ICSP പ്രോഗ്രാമർ സർക്യൂട്ട് വേറെ വേണം. അതായത് അതിനെ കുറച്ച് എക്സ്ട്രാ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, FTDI പ്രോഗ്രാമർ, പിന്നെ ഓരോ മൈക്രോ കൺട്രോളറിനും അതിൻ്റെതായിട്ടുള്ള കമ്പനീസ് ഇറക്കുന്ന ഓരോ പ്രോഗ്രാമേഴ്സ്, എമുലേറ്റേഴ്സ് അങ്ങനെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്ത് ഡയറക്ട്ലി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന പിന്നാണ് ഈ ICSP പിന്ന്. ഇതിന്റെ യൂസ് വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ബോർഡിലായിരിക്കും. അതായത് നമുക്ക് പ്രോഗ്രാം ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് തന്നെ ബെയർ മെറ്റൽ പോലെ തന്നെ, ബെയർ മെറ്റലിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ബെയർ മെറ്റല് എന്താ പറയാ, ബെയർ മെറ്റൽ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ നമ്മളിപ്പോ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് കൂടെ പ്രോഗ്രാം ഫ്ലാഷ് ചെയ്യാൻ പറ്റും. ബെയർ മെറ്റൽ ഞാൻ എന്താന്ന് പറഞ്ഞു തരാം പിന്നെ. അതായത് ഈ ICSPയുടെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിങ്, അതായത് ഡ്രൈവർ ചിപ്പ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എക്സ്റ്റേണലി ഒരു ഡിവൈസിന്റെ എന്താ പറയാ ഹെൽപ്പോട് കൂടെ ഡയറക്റ്റ് ആയിട്ട് MCU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിൻ്റെ ബൂട്ട് ലോഡർ ചെയ്യാനും പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന പിൻസ് ആണ് ICSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ ICSP പിൻ യൂസ് ചെയ്തിട്ട് വേറൊരു മൈക്രോ കൺട്രോളറിൽ നിന്ന് ഈ ഒരു മൈക്രോ കൺട്രോളറിലേക്ക് കോഡൊക്കെ ചെയ്യാനും ബൂട്ട് ഓർഡർ ഫ്ലാഷ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ ഓക്കെ ഈ ബെയർ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയർ മെറ്റൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് ആണ് സമൃദ്ധ. ലൈക്ക് ബെയർ മെറ്റൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ബെയർ മെറ്റൽ പ്രോഗ്രാമിംഗ് അല്ല. ബെയർ മെറ്റൽ പ്രോഗ്രാമിംഗിൽ നമ്മൾ രജിസ്റ്റർ ആക്സസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ നമ്മൾ എന്താ പറയാ ലോ ലെവലായിട്ട് ഇറങ്ങിയിട്ട് നിന്നിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കൂടുതലാണ്. ബെയർ മെറ്റൽ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ കൺട്രോളറിന്റെ ഫുൾ ഫങ്ഷനാലിറ്റീസ് അൺലോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്താണ്, അൺലോക്ക് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ബെയർ മെറ്റൽ പ്രോഗ്രാമിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ ബെയർ മെറ്റൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട്, ലൈക്ക് അത്രയും കോർ ലെവലിൽ യൂസ് ചെയ്യുന്നതായിട്ട് അങ്ങനെ കാണാറില്ല. ഇപ്പോ എല്ലാ മൈക്രോ കൺട്രോളേഴ്സും ഇപ്പൊ എല്ലാ മൈക്രോ കൺട്രോളർ കമ്പനീസും അവരുടേതായിട്ടുള്ള പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് ഇറക്കുന്നുണ്ട്. അതായത് ഇപ്പൊ STM32 പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ക്യൂബ് ID ഉണ്ട്, ESP32 പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ESP IDF ഉണ്ട്, ഈ അറ്റ്മഗ ചിപ്സ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അർഡിനോ ഉണ്ട്. അർഡിനോയുടെ ID വെച്ചിട്ട് അറ്റ്മഗയുടെ AVR ആർക്കിടെക്ചറിലുള്ള മോസ്റ്റ് ഓഫ് ദി സാധനം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതേപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള IDEs ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോ അങ്ങനെ എല്ലാത്തിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള IDEs ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പൊ മോസ്റ്റ്ലി അങ്ങനെ IDEs യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ ഡിഫോൾട്ട് പിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു I2C സെൻസർ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്ക് ആ I2C സെൻസർ യൂസ് ചെയ്യാനുള്ള ഒരു കോഡ് എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസറിന്റെ I2Cയുടെ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസറിന് ഒരു ലൈബ്രറി ഉണ്ടാവും. അതായത് ഒരു I2Cയുടെ ഒരു മൊഡ്യൂളാണ് RTC മൊഡ്യൂൾ. അതായത് റിയൽ ടൈം ക്ലോക്ക് എന്ന് പറയും RTC. അതായത് നമ്മുടെ മൈക്രോ കൺട്രോളറിന് ഇപ്പോൾ കറന്റ് ഉള്ള ഡേറ്റും ടൈമും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് I2C എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു RTC മൊഡ്യൂൾ നമ്മുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ കൺട്രോളറുമായിട്ട് ഇന്റർഫേസ് ചെയ്യണം. അപ്പൊ ഈ RTCക്ക് ഒരു ലൈബ്രറി ഉണ്ട്, RTC.h എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈബ്രറിക്കകത്ത് ഓരോ ഫംഗ്ഷനും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ട. ഈ A4 A5 പിന്നിലേക്കാണ് നമ്മുടെ ഈ ഒരു സെൻസർ കണക്ട് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഡയറക്ട്ലി ഈ പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന്
പറയും. അതാണ് ഈ ഡിഫോൾട്ട് പിന്നിന്റെ കൺസെപ്റ്റ്. മനസ്സിലായോ ആതിര ഡിഫോൾട്ട് പിന്നിന്റെ കാര്യം? അതായത് നമുക്ക് പ്രത്യേകിച്ച് കോഡിൽ പറഞ്ഞു കൊടുക്കണ്ട ആ ഒരു പിന്നിലേക്കാണ് നമ്മുടെ സെൻസർ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡ്യൂൾ കണക്ട് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഡിഫോൾട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേറെ പിന്നും വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാം. കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആ പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന്, ഡിഫോൾട്ട് പിൻ അല്ല യൂസ് ചെയ്തേക്കുന്നതെങ്കിൽ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഒരു ഡെവലപ്മെന്റ് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിന്റെ ആ ഒരു ഈ സ്ക്രീൻ കാണാമല്ലോ, ഐഡിയുടെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നോക്ക്, നമ്മൾ ഒരു ന്യൂ സ്കെച്ച്, അതായത് നമ്മുടെ ഐ ഡി ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നമുക്കൊരു ന്യൂ സ്കെച്ച് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു സ്കെച്ച് ആയിട്ടാണ്, അതായത് ഓൾറെഡി എന്തെങ്കിലും ഒരു കോഡായിട്ടാണ് ഓപ്പൺ ആയി വരുന്നതെന്നുണ്ടെങ്കിൽ ഫയൽസിൽ പോയിട്ട് ന്യൂ സ്കെച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂ സ്കെച്ച് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ, അതായത് ന്യൂ സ്കെച്ചിൽ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഒന്ന് വോയിഡ് സെറ്റപ്പ് ഫംഗ്ഷനും വോയിഡ് ലൂപ്പ് ഫംഗ്ഷനും. ഓക്കെ, അപ്പോൾ ആ ലൂപ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇതാ ഇവിടെ കമന്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് വോയിഡ് സെറ്റപ്പ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സെറ്റപ്പ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ കൺട്രോളർ പവർ ചെയ്ത്, അതായത് മൈക്രോ കൺട്രോളർ ഓൺ ആക്കി കൊടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ റൺ ആവത്തുള്ളൂ. അതായത് ഒരു പ്രാവശ്യം, വൺസ്. ഈ ഒറ്റ പ്രാവശ്യം റൺ ചെയ്യുന്ന കോഡിനെയാണ് അതായത് ഒറ്റ പ്രാവശ്യം മാത്രം റൺ ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ സെറ്റപ്പ് ഫംഗ്ഷനകത്താണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ മെയിൻ കോഡ്, അതായത് മെയിൻ ഫങ്ഷനാലിറ്റി, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഒരു വർക്ക് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനാണ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വർക്കാണോ ഈ കണ്ടിന്യൂസ്ലി ഈ സിസ്റ്റം ചെയ്യേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള ഒരു കോഡ് ഉണ്ടാവുമല്ലോ, അതിനാവശ്യമായിട്ടുള്ള നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന ലോജിക്ക്, ആ ലോജിക്ക് മുഴുവൻ എഴുതി കൊടുക്കേണ്ടത് ഈ ലൂപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ്, വോയിഡ് ലൂപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ്. അപ്പൊ ആ ഒരു ലൂപ്പിനകത്ത് എഴുതുന്ന കോഡ് മുഴുവൻ റിപ്പീറ്റഡ്ലി വർക്കാവും. ഓക്കെ, ഇതാണ് സെറ്റപ്പിന്റെ ലൂപ്പിന്റെ കൺസെപ്റ്റ്. അതായത് സെറ്റപ്പ് ലൂപ്പിനകത്ത് എഴുതുന്നത് മൈക്രോ കൺട്രോളർ ഓൺ ആക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രം വർക്ക് ആവേണ്ട കാര്യങ്ങളാണ് സെറ്റപ്പ് ലൂപ്പിനകത്ത് എഴുതുന്നത്. അതേപോലെ തന്നെ വോയിഡ് ലൂപ്പ്, അതായത് ലൂപ്പ് ഫംഗ്ഷനകത്ത് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കോഡ് എന്താണോ നമ്മുടെ ആക്ച്വൽ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്, ആ ഒരു കോഡ് എഴുതുന്ന സ്ഥലമാണ് ഈ വോയിഡ് ലൂപ്പ് ഫംഗ്ഷൻ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇനി സെറ്റപ്പിനകത്ത് എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് എന്താ പറയാ, ഇതാ ഓരോ പിന്നുണ്ട്. അപ്പോ നമുക്ക് ചിലപ്പോ സെൻസറിൽ നിന്ന് ഡാറ്റ മൈക്രോ കൺട്രോളറിലേക്ക് എടുക്കേണ്ടി വരും.
മൈക്രോ കൺട്രോളറിൽ നിന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ മൊഡ്യൂൾസിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതായത് നമുക്ക് മൈക്രോ കൺട്രോളറിലേക്കും ഡാറ്റ എടുക്കണം, ഡാറ്റ മൈക്രോ കൺട്രോളറിൽ നിന്ന് പുറത്തേക്കും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഏതൊക്കെ പിന്നാണ് നമ്മൾ ഡാറ്റ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്, ഏതൊക്കെ പിന്നാണ് നമ്മൾ ഡാറ്റ ഇൻപുട്ടായിട്ട് എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മൈക്രോ കൺട്രോളറിന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൂപ്പാണ് സെറ്റപ്പ് ലൂപ്പ്. അതായത് നമ്മുടെ ഇപ്പം മൈക്രോ കൺട്രോളർ ഓൺ ആയി കഴിഞ്ഞ് ഒരു പ്രാവശ്യം മൈക്രോ കൺട്രോളറിനെ പറഞ്ഞു കൊടുത്താൽ മതി. ആദ്യത്തെ D1 D2 D3 ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്യണം, ബാക്കിയുള്ള എല്ലാ പിന്നെ ഇൻപുട്ട് ആക്കി സെറ്റ് ചെയ്താൽ മതി എന്ന് മൈക്രോ കൺട്രോളറിന് ഒരു പ്രാവശ്യം പവർ അപ്പ് ചെയ്ത് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ പവർ ഓഫ് ആവുന്നിടം വരെ ആ പിന്ന് മുഴുവൻ ഔട്ട്പുട്ടും ഇൻപുട്ടും ആക്കി തന്നെ നിർത്തും. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് സെറ്റപ്പ് ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് പിൻ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പിന്നെ ഔട്ട്പുട്ട് ആക്കിയിട്ടാണോ ഇൻപുട്ട് ആക്കിയിട്ടാണോ കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ലൂപ്പ്. അതായത് കോൺഫിഗറേഷൻസ്, മൈക്രോ കൺട്രോളേഴ്സിന്റെ കോൺഫിഗറേഷൻസ് മുഴുവൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താ പറയാ, ഇപ്പോ ഇപ്പൊ മൈക്രോ കൺട്രോളർ അടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് നമ്മള് പിൻ മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഔട്ട്പുട്ട് ആണോ ഇൻപുട്ട് ആണോ എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിൻ മോഡ് PINMOD, പിൻ മോഡ്. ഓക്കെ, ഈ പിൻ മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു പിന്നെ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് എംബഡഡ് C ആണ്, കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അതായത് ഞാനിപ്പോൾ എഴുതിയേക്കുന്ന പോലെ തന്നെ റൈറ്റ് ചെയ്യണം. അതായത് PIN സ്മോൾ ലെറ്റർ, മോഡിന്റെ M മാത്രം ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, പിൻ മോഡ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പിന്നെ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ പിൻ മോഡ് ഇപ്പോ സേ നമ്മൾ എന്താ പറയാ ഡിജിറ്റൽ പിൻ 13. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് നാനോ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ് ബോർഡാണ്. ഈ ഡെവലപ്മെന്റ് ബോർഡിന്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള നമുക്ക് പ്രോഗ്രാം ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു LED ഉണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് ഓൺ ഓഫ് ആക്കാം നമ്മൾ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട്. അതായത് യൂസർ കൺട്രോളബിൾ അല്ലെങ്കിൽ കോൺഫിഗറബിൾ അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ LED എന്നൊക്കെ പറയും. അങ്ങനെ ഒരു LED ഉണ്ട് നമ്മുടെ ഈ നാനോയ്ക്കകത്ത്. അതാണ് ഈ കേഴ്സറിന്റെ അവിടെ ഞാൻ ഡിനോട്ട് ചെയ്തേക്കുന്നത്. L എന്നാണ് മൈക്രോ കൺട്രോളർ ബോർഡിൽ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ L എന്ന് പറയുന്ന ഈ ഇൻബിൽഡ് LED ഡയറക്ട്ലി കണക്ട് ചെയ്തേക്കുന്നത് 13 എന്ന് പറയുന്ന ഡിജിറ്റൽ പിന്നിലേക്കാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ 13 എന്ന് പറയുന്ന ഡിജിറ്റൽ പിന്നിലേക്കാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതൊരു LED അല്ലേ, അപ്പൊ LED നമുക്ക് ഡാറ്റ ഒന്നും മൈക്രോ കൺട്രോളറിലേക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. LED നമുക്ക് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ ഡിജിറ്റൽ പിന്നെ 13 യൂസ് ചെയ്തിട്ട് LED കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിനെ ഇൻപുട്ട് ആക്കിയിട്ടാണോ ഔട്ട്പുട്ട് ആക്കിയിട്ടാണോ നമുക്ക് കോൺഫിഗർ ചെയ്യേണ്ടത്? പറഞ്ഞേ കേക്കട്ടെ, ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ എല്ലാവരുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് ഇപ്പോൾ LED കൺട്രോൾ ചെയ്യണം മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു LEDയുടെ ഡിജിറ്റൽ പിൻ അതായത് 13 ഇൻപുട്ട് ആക്കിയിട്ട് വേണോ ഔട്ട്പുട്ട് ആക്കിയിട്ട് വേണോ കോൺഫിഗർ ചെയ്യാൻ? ഓക്കെ, ഔട്ട്പുട്ട് ഓക്കെ, എല്ലാവരും ഒന്ന് ഇട്ട് റിപ്ലേസ് ഇട്ടേ നോക്കട്ടെ, എല്ലാവർക്കും കൺസെപ്റ്റ് മനസ്സിലായിരുന്നു. ഓക്കെ, വിവേക് ഔട്ട്പുട്ട്, സെബി ഔട്ട്പുട്ട് ഓക്കെ, എങ്കിൽ ഔട്ട്പുട്ട് ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാരും പറയുന്ന ഔട്ട്പുട്ട് ആക്കി വേണം സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ ശരിയാണ്, ഔട്ട്പുട്ട് ആക്കി തന്നെ വേണം കോൺഫിഗർ ചെയ്യാൻ. കാരണം എന്താ, നമ്മൾ LED കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ LED ഡാറ്റ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് ആക്കി തന്നെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ LED കണക്ട് ചെയ്തേക്കുന്ന പിന്നെ ഏതാണെന്ന് ഞാൻ പറഞ്ഞ 13 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 13 ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻടാക്സ് ഇങ്ങനെയാണ്. പിൻ മോഡ് സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ മോഡ് എന്ന് പറയുന്ന കീവേഡ്
ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് പിൻ നമ്പർ കോമ ഔട്ട്പുട്ട് ഓർ ഇൻപുട്ട്, അങ്ങനെയാണ്. ഓക്കെ, ഇതാണ് സിൻടാക്സ്. അതായത് പിൻ മോഡ്, പിന്നെ പിൻ നമ്പർ, അതായത് ഏത് പിന്നാണോ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്, പിന്നെ കോമ, പിന്നെ അതിന്റെ സ്റ്റേറ്റ് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആക്കിയിട്ടാണോ കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ സിൻടാക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആക്കി ഒന്ന് കോൺഫിഗർ ചെയ്ത് നോക്കാം. അപ്പൊ പിൻ മോഡ് എന്ന് പറയുന്ന കീവേഡ് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് അടിച്ചു, 13, അതായത് പിൻ നമ്പർ കൊടുത്തു, കോമ കൊടുത്തു, ഔട്ട്പുട്ട് ആക്കിയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഔട്ട്പുട്ട് എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ, ഡിജിറ്റൽ പിൻ 13 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആക്കി കോൺഫിഗർ ചെയ്തു. ഓക്കെ, ഇത് കണ്ടോ, ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം, അതായത് കോൺഫിഗറേഷൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇതാണ് ബേസിക്കലി ഈ എന്താണ് ആർഡിനോ ഐഡിയയുടെ ഒരു സിൻടാക്സ്. അതായത് കോമ കഴിഞ്ഞ് വരുന്ന മിക്ക ഫങ്ഷൻസും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും നമ്മൾ എഴുതുക. അതൊരു എന്താ പറയാ, എല്ലാം അങ്ങനെയാണെന്നല്ല, കോമൺലി ഫോളോ ചെയ്യുന്ന വരുന്ന മിക്ക ഫങ്ഷൻസും അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് പിൻ മോഡ് 13 കോമ ഔട്ട്പുട്ട് മുഴുവൻ ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പിൻ മോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ പിൻ 13 എന്ന് പറയുന്ന ഡിജിറ്റൽ പിന്ന് ഔട്ട്പുട്ട് ആക്കി കോൺഫിഗർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് എന്ത് ഫംഗ്ഷൻ ആണ്, അതായത് ആ LED ഏതൊക്കെ പാറ്റേണിൽ വേണം കത്താൻ എന്നുള്ളത് നമുക്കിനി എഴുതി കൊടുക്കാം. അതായത് മൈക്രോ കൺട്രോളർ ഓൺ ആവുന്ന സമയം തൊട്ട് നമ്മൾ ഇനി ഈ ലൂപ്പിനകത്ത് എഴുതാൻ പോകുന്ന ഫംഗ്ഷൻ ആണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് മൈക്രോ കൺട്രോളർ ഓൺ ആയി മൈക്രോ കൺട്രോളർ ചീത്തയാവുന്നിടം വരെ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഈ ലൂപ്പിനകത്ത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ട ഒരു ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ LED ഒരു 5 സെക്കൻഡ് നേരം ഓണായി നിൽക്കണം, ഒരു 2 സെക്കൻഡ് നേരം ഓഫായി നിൽക്കണം. ഓക്കെ, അങ്ങനെ ഓഫായി ഓണായി അങ്ങനെ നിൽക്കണം. അതായത് 5 സെക്കൻഡ് നേരം ഓൺ ആവുക, 2 സെക്കൻഡ് നേരം ഓഫായി നിൽക്കുക. ഇതാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള കോഡ്. അപ്പൊ ഞാൻ അത് എങ്ങനെ എഴുതുന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡീറ്റെയിൽ പിന്നെ ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് പിന്നെ ഹൈ ആക്കുക, 5 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക, പിന്നെ ലോ ആക്കുക, 2 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക, പിന്നെ അങ്ങ് വർക്ക് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ലൂപ്പിന്റെ അകത്ത് എന്താ എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പിന്നെ ഹൈ ആക്കാനുള്ളത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കോൺഫിഗർ ചെയ്ത എന്താ പറയാ പിന്ന്, ഓക്കെ, നമ്മൾ കോഡിനകത്ത് കോൺഫിഗർ ചെയ്ത് വെച്ചേക്കുന്ന പിന്നുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഔട്ട്പുട്ടിലേക്ക് ഡാറ്റ, അതായത് ഔട്ട്പുട്ട് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഒന്ന് അനലോഗ് റൈറ്റ് ഫംഗ്ഷനും ഒന്ന് ഡിജിറ്റൽ റൈറ്റ് ഫംഗ്ഷനും. ഓക്കെ, ഇങ്ങനെ 2 ഫംഗ്ഷൻ ആണ് ഉള്ളത്. അനലോഗ് റൈറ്റിന്റെ ഫംഗ്ഷൻ ഞാനത് യൂസ് ചെയ്യുമ്പോൾ പറയാം. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ റൈറ്റ്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്ത ഡിജിറ്റൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡിജിറ്റൽ റൈറ്റ്. ഇനി നമ്മൾ കോൺഫിഗർ ചെയ്ത പിൻ ഏതാ? 13 ആണ് അല്ലേ? അപ്പൊ നമുക്ക് കോൺഫിഗർ ചെയ്ത പിന്ന് മാത്രമേ നമുക്ക് ലൂപ്പ് സെഷനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ ഇറർ വരും, അല്ലാന്നുണ്ടെങ്കിൽ റൺ ടൈം ഇറേഴ്സ് വരും. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറർ കാണില്ല, റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചാലും വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കോൺഫിഗർ ചെയ്ത പിൻസ് മാത്രം ഡിജിറ്റൽ റൈറ്റ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട പിന്നിന്റെ നമ്പർ വീണ്ടും മെൻഷൻ ചെയ്യുക, 13 കോമ. LED തെളിഞ്ഞാ നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോ എന്താണ്, ഹൈ വോൾട്ടേജ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ? അപ്പോ ഹൈ. ഈ ലൈനിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് 13ാം നമ്പർ പിന്ന്, അതായത് ഔട്ട്പുട്ട് ആക്കി കോൺഫിഗർ ചെയ്ത് വെച്ചേക്കുന്ന പിന്ന് ഹൈയിലേക്ക് സെറ്റ് ചെയ്യുക. അതാണ് ഈ ഒരു ലൈനിന്റെ മീനിങ്. അതായത് ഡിജിറ്റൽ റൈറ്റ് ഡിജിറ്റൽ പിൻ 30 ഹൈ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഇതിന്റെ സിന്റാക്സ് കണ്ടോ, സിമിലർ ആണ്. പിൻ നമ്പർ കോമ ഹൈ, ഹൈയുടെ എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് ഇതേപോലെ തന്നെയാണ്. പിൻ നമ്പർ കഴിഞ്ഞിട്ട് വരുന്നത് ഔട്ട്പുട്ട് ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ഇതാണ് ബേസിക്കലി മോസ്റ്റ് ഓഫ് ദി സിന്റാക്സ് വരുന്നത്. കോമ കഴിഞ്ഞിട്ട് വരുന്നത് ക്യാപിറ്റൽ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി കേസ്, എപ്പോഴും അല്ല.
ഓക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ LED ഹൈ ആവാനുള്ള കോഡ് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 5 സെക്കൻഡ് നേരമാണ് കത്തി നിൽക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാം നാനോ സെക്കൻഡ്സിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ ഈ ഡിജിറ്റൽ റൈറ്റ് 13, ഹൈ എഴുതി. ഇനി നമുക്ക് എന്താ പറയണ്ടേ, ഈ പിന്ന് നമുക്ക് ബേസിക്കലി ഒരു ബ്ലിങ്കിങ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇനി LED കെടുത്തണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡിജിറ്റൽ റൈറ്റ് 13, ലോ. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഓക്കെ, അതായത് ആദ്യം നമ്മൾ ഡീറ്റെയിൽ പിൻ 13 ഹൈ ആയി, അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ പിൻ 13 ലോ ആയി, അതായത് കത്തി കെട്ടു. പക്ഷേ ഈ ഒരു കോഡ് നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത്, കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ LED മേ ബി കത്തിയായിരിക്കും കിടക്കുന്നത്. കത്തി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ഇത് നാനോ സെക്കൻഡ്സിലാണ് നടക്കുന്നത്. നമുക്ക് ആ ഒരു ബ്ലിങ്കിങ് പാറ്റേൺ നമുക്ക് കാണാനുള്ള എബിലിറ്റി നമ്മുടെ കണ്ണിനൊന്നും ഇല്ല. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ റിക്വയർമെന്റ് എന്താ? നമുക്ക് LED കത്തി 5 സെക്കൻഡ് നേരം നിൽക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഒരു ഡിലേ സെറ്റ് ചെയ്യണം. അതായത് ഈ ഒരു ഡീറ്റെയിൽ പിൻ 13 ഹൈ ആക്കി കഴിഞ്ഞിട്ട് ഒരു ലൈൻ, അതായത് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മൈക്രോ കൺട്രോളർ 5 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതണം, റൈറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിലേ. ഓക്കെ, ഇതാണ് നമുക്ക് നമ്മുടെ മൈക്രോ കൺട്രോളറിനെ വെയിറ്റ് ചെയ്യിക്കാനുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഡിലേ. അപ്പൊ ഈ ഡിലേക്കകത്ത് നമ്മൾ കൊടുക്കേണ്ട ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലി സെക്കൻഡ്സിലാണ് ടൈം കൊടുക്കേണ്ടത്. അതായത് ഇപ്പൊ നമുക്ക് 1 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1000 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ 1000 ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യണ്ടേ? 5 സെക്കൻഡ് ആണ്. അപ്പൊ ഞാനിവിടെ 5000 കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഈ കോഡ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഓക്കെ, ഞാൻ ഇവിടെ കമന്റ് ചെയ്തിടാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സിംഗിൾ ലൈൻ കമന്റ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ട് സ്ലാഷ് ചെയ്താൽ മതി. സ്ലാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കമന്റ് എന്താന്ന് വെച്ചാൽ എഴുതാം. ഡീറ്റെയിൽ റൈറ്റ് ഹൈ ആണ്. അപ്പോൾ എന്താ പറയാ, LED ഓൺ. ഓക്കെ, ഇവിടെ 5 സെക്കൻഡ്സ് വെയിറ്റ്. ഓക്കെ, ഇവിടെ LED ഓഫ്. ഓക്കെ, ആ ഇപ്പൊ നോക്കിക്കേ, അതായത് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഡീറ്റെയിൽ പിൻ 13 ഹൈ ആവും, അതായത് LED ഓൺ ആവും. ഓക്കെ, അത് കഴിഞ്ഞ് 5 സെക്കൻഡ് നേരം നമ്മുടെ മൈക്രോ കൺട്രോളർ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് LED ഓൺ ആണ്. ഓക്കെ, 5 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തെ ലൂപ്പിലേക്ക് വരും. താഴത്തെ ലൂപ്പിലേക്ക് വരുമ്പോൾ എന്താ പറയാ, LED ലോ ആയി. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഡിലേ ഇല്ല, അപ്പോൾ ഉടനെ തന്നെ വീണ്ടും ഹൈ ആവും. ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴും അവിടെ LED കെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം കെടുന്ന ആ ഒരു ഇൻസ്റ്റൻസിൽ തന്നെ ഹൈ ആകാനുള്ള ആ ഒരു എന്താ പറയാ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ആവും. അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോ കൺട്രോളർ ഉള്ളവർ ഈ കോഡ് ഒന്ന് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് 5 സെക്കൻഡ് നേരം കത്തി കിടക്കണം, 2 സെക്കൻഡ് നേരം ഓഫായി കിടക്കണം. ഓക്കെ, ഇപ്പൊ 5 സെക്കൻഡ് നേരം ഓണായി നിൽക്കാനുള്ള കോഡ് നമ്മൾ എഴുതി, LED ഓഫ് ആവാനുള്ളത് എഴുതി. പക്ഷെ LED ഓഫ് ആയി കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഡിലേയും കൂടി ഇട്ട് കൊടുക്കണം. ഡിലേ 2 സെക്കൻഡ്സ് ആയതുകൊണ്ട് 2000, പിന്നെ ഇത് സെമിക്കോളൻ. ഓക്കെ, അപ്പോ 2 സെക്കൻഡ് വെയിറ്റ്. ഓക്കെ, 2 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോഡ് എഴുതുക. അപ്പൊ ഞാൻ ഈ എഴുതിയേക്കുന്ന കോഡിൽ എന്തെങ്കിലും ഇറർ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഞാനിത് കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെരിഫൈ എന്ന് പറയുന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വെരിഫൈ ചെയ്തു.
വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഇറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല, ഇറേഴ്സ് ഒന്നും ഇല്ല. ഇതാ ഇവിടെ കറക്റ്റ് ആയിട്ട് കമ്പൈലേഷൻ ഒക്കെ സക്സസ് ആയിട്ടുണ്ട്. ഇറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് റെഡ് കളർ എന്തെങ്കിലും ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തതിനകത്ത് ഇറർ ഒന്നും ഇല്ല. കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത് ഏത് ബോർഡിന് വേണ്ടിയിട്ടാണെന്നുള്ളത് കാണിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ ബോർഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ബോർഡ് സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോർഡ് സെലക്ട് ചെയ്ത് നോക്കട്ടെ. റാൻഡം ആയിട്ടുള്ള ഒരു ബോർഡ് സെലക്ട് ചെയ്തു, എന്നിട്ട് കമ്പൈലേഷൻ ചെയ്യുക. സക്സസ് ആയി. അപ്പോൾ അതിനും D13 ഉണ്ട്. അതുകൊണ്ട് അപ്പൊ ഇവിടെ എറർ ഒന്നും ഇല്ല. എറർ വരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ 13 എന്ന് പറയുന്ന പിന്നെ ഞാനിപ്പോ ഈ മൈക്രോ കൺട്രോളർ മാറ്റിയിട്ട് എല്ലാ മൈക്രോ കൺട്രോളറും 13 എന്ന് പറയുന്ന പിന്നുണ്ട്. അതുകൊണ്ടാണ് എറർ വരാത്തത്. ഓക്കെ, പക്ഷെ നമ്മൾ മൈക്രോ കൺട്രോളർ എന്താ പറയാ സെലക്ട് ചെയ്തിട്ട് വേണം കമ്പൈൽ ചെയ്യാൻ. ഓക്കെ, അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസിൽ പോവുക, ബോർഡ്സിൽ പോവുക. നിങ്ങൾക്കിപ്പോ ന്യൂലി ഇൻസ്റ്റാൾ ചെയ്ത IDEക്കൊക്കെ AVR എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. അവിടെ പോയിട്ട് ഏത് ബോർഡാണ് യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് അർഡിനോ നാനോ ആണ്, നാനോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ നാനോ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പ്രൊസസ്സർ ഏതാണെന്നുള്ളതും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന അതായത് ഇപ്പൊ എൻ്റെ നിങ്ങൾക്ക് അയച്ചു തന്നേക്കുന്ന കിറ്റിനകത്ത് ഉള്ളതും അറ്റ്മക 328P ഈ ഒരു പ്രൊസസ്സറാണ്. ഓക്കെ, അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്, അതായത് ആദ്യം ബോർഡ് സെലക്ട് ചെയ്യണം, പിന്നെ പ്രൊസസ്സർ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പോർട്ട്, ഏത് പോർട്ടിലാണ് നിങ്ങളുടെ ഡിവൈസ് കണക്ട് ചെയ്തേക്കുന്നത് സെലക്ട് ചെയ്യണം. ഓക്കെ, എൻ്റെ ഈ ഒരു പോർട്ടിലാണ് 1220 എന്ന് പറയുന്ന പോർട്ടിനകത്താണ്. അപ്പൊ ഞാൻ അത് സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് വേണം കമ്പൈൽ ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന ബോർഡിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഇതാ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും. എന്താ അർഡിനോ നാനോ ഓൺ കോമ്പോർട്ട് ദിസ് അങ്ങനെ പറഞ്ഞിട്ട് എഴുതി കാണിക്കും. ഓക്കെ, എന്നിട്ട് വേണം കമ്പൈൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞത് കട്ടായി പോയായിരുന്നു അല്ലേ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഉം, ഉം. അതായത് ആദ്യം നമ്മൾ ടൂൾസിൽ പോയിട്ട് ബോർഡ് സെലക്ട് ചെയ്യണം. ബോർഡ് സെലക്ട് ചെയ്യുന്നത് AVRൽ പോയിട്ട് അർഡിനോ നാനോ എന്ന് പറയുന്ന ബോർഡ് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പോർട്ട്, നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഏത് പോർട്ടിലാണോ ആ ഒരു പോർട്ട് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നാനോ ആയതുകൊണ്ട് നാനോയുടെ ഏത് പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ATmega 328P എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തു, എന്നിട്ട് കമ്പൈൽ ചെയ്തു. കമ്പൈലേഷൻ സക്സസ് ആണ്, ഇറർ ഒന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതാ ഡൺ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് അപ്ലോഡ് ഡൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എൻ്റെ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, ഞാനിപ്പോൾ തന്നെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളിപ്പോ കയ്യിൽ ബോർഡ് ഉള്ളവര് എന്താണ് ഇതിന്റെ ഡിലേ ഒക്കെ മാറ്റിയിട്ട് ലൈക്ക് എന്താ പറയാ. ഓക്കെ, ഞാനിപ്പോ എൻ്റെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം.
ആ ഓക്കെ. ഞാനിപ്പോ എൻ്റെ വീഡിയോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ആവുന്നേ ഉള്ളൂ. ഓക്കെ. എൻ്റെ വീഡിയോ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ഇത്രയും നേരം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബോർഡ് ഉള്ളവർക്ക് ഒരു ടാസ്ക് തരാം. അപ്പൊ നിങ്ങൾ ഓക്കെ. വിവേകിന്റെ കയ്യിൽ ബോർഡ് ഉണ്ടോ? വിവേകിന്റെ കയ്യിൽ ബോർഡ് ഉണ്ടോ? കിട്ടിയിട്ടുണ്ടോ? യെസ്, ഓക്കെ. പോർട്ട് കാണിക്കുന്നില്ല അല്ലേ? ഓക്കെ, നോ പോർട്ട് ഡിറ്റക്ഷൻ. ഓക്കെ. വിവേകിന്റെ വിൻഡോസ് ആണോ വോയിസ്? ഓക്കെ. വിവേക് ഒരു കാര്യം ചെയ്യ്, ഡിവൈസ് മാനേജറിൽ പോയിട്ട് പോർട്സ് ഒന്ന് എടുത്ത് നോക്കിയേ. അതിൽ കാണിക്കുന്നത് എന്താന്നുള്ളത് ഒന്ന് ഗ്രൂപ്പിലേക്ക് ഇടാവോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ടൈം കൊണ്ട് ചോദിച്ചോ. വിവേക് ഡിവൈസ് മാനേജറിൽ കാണിക്കുന്നത് എന്താന്നുള്ളത് ഗ്രൂപ്പിൽ ഒന്ന് ഫോട്ടോ ഇടണേ. വിവേക്, USB അല്ലാതെ വേറെ പോർട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇല്ലേ? പോർട്ട് എന്ന് പറഞ്ഞിട്ട്. കണ്ടോ വിവേക്? പോർട്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? USB അല്ലാതെ പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ടാവും. എൻ്റെ OS വേറെയാ, വിൻഡോസ് അല്ല. അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു.
കണ്ടില്ലേ? വിവേക്, ഹലോ. കണ്ടോ? ഹലോ. വേറെ ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ, വേറെ പോർട്ട് ഓപ്ഷൻ ഇല്ല. ഓക്കെ. ഈ ഡിവൈസ് കുത്തുന്ന സമയത്ത് പോർട്ട് ഓപ്ഷൻ ഇല്ല. ഏബിൾ പോർട്ട് ഓപ്ഷൻ കാണിക്കാതെ എവിടെ? അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കാവോ? എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഒന്ന് ഇട്ടിട്ട് ചോദിക്കുക കേട്ടോ. വിവേക് രണ്ടാമത് ഷെയർ ചെയ്തോ? ഉം, കിട്ടിയില്ലല്ലോ വിവേക്. ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഞാൻ ഇല്ലില്ല. ഇപ്പൊ ഞാനിട്ടേക്കുന്ന പിക്ചർ ഉണ്ടോ? അതിനകത്തുള്ള പോലെ പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും വിൻഡോസിൽ. അവിടെയാണ് കാണിക്കുന്നത്. ഹലോ. നിങ്ങളുടെയൊക്കെ സ്ക്രീൻഷോട്ട് ഒന്ന് ഷെയർ ചെയ്യാവോ? എന്നാലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോ അയച്ച പോലെ കാണുന്നില്ലേ? അങ്ങനെയാണ് വിൻഡോസിൽ കാണുക. ഹലോ ഏബിൾ, വിവേക്, റെസ്പോണ്ട് ചെയ്യാവോ? ആ, എന്താണ്? എന്തായി? ഓക്കെ. ഏബിളിന് ഇഷ്യൂ ഇല്ല. ഓക്കെ. വിവേകിന്റെ എന്തായി? വേറെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ ഡിറ്റക്ട് ആവാത്ത? വിവേകിന്റെ ലാപ്ടോപ്പിൽ ഇത് കുത്തുന്ന സമയത്ത് ഡിറ്റക്ട് ആവുന്നേ ഇല്ലേ? ഓക്കെ. ഓക്കെ. ഇപ്പോ ഇട്ടതാരാ? സിദ്ധാർത്ഥ്.
ഓക്കെ, സിദ്ധാർത്ഥിന് കാണിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ സിദ്ധാർത്ഥിന് പോർട്ട് ഡിറ്റക്ട് ആവുന്നുണ്ടോ? അർഡന ഐഡിയിൽ കാണിക്കുന്നുണ്ടോ ഡിവൈസസ്? ഉം. വിവേകിന്റെ ലാപ്ടോപ്പ് സിസ്റ്റം ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ? അതായത് കുത്തുന്ന സമയത്ത് ആ ഒരു ശബ്ദം ഇല്ലേ, ഡിറ്റക്ട് ചെയ്യുന്ന ആ ശബ്ദം ഉണ്ടോ? ഏഹ് എല്ലാരും ഇവിടെ മീറ്റിംഗിന്റെ ചാറ്റിൽ ഒന്നും പറയാവോ? കാരണം എനിക്ക് വാട്സപ്പ് രണ്ടും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ഒരു ഇഷ്യൂ ഉണ്ട്. വാട്സപ്പിൽ പടം ലൈക്ക് പിക്ചേഴ്സ് സ്ക്രീൻഷോട്ട് മാത്രം ഒന്ന് ഷെയർ ചെയ്താൽ മതി. കാരണം എനിക്ക് ആ മെസ്സേജസ് വായിച്ച് റിപ്ലൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. കാരണം ഉം, ബാക്കിയുള്ളവരും കൂടെ ഇല്ലേ, അതുകൊണ്ടാണ്. അതിനെല്ലാം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് റിപ്ലൈ തരാം കേട്ടോ. ആഹ് വിവേകിന്റെ ഞാൻ ചോദിച്ചതിന് എന്തെങ്കിലും ലൈക്ക് മൈക്രോ കൺട്രോളർ കുത്തുന്ന സമയത്ത് ഡിറ്റക്ട് ആവുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? സിമ്പിൾ, സില്ലി സാധനം. വിവേകിന് ആ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിളിൽ പോവുക. CH340 എന്ന് പറയുന്ന ഡ്രൈവർ കിട്ടും. ഓക്കെ, ഇവിടെ പോയിട്ട് ഈ വെബ്സൈറ്റിൽ പോയിട്ട് വിൻഡോസിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ദേ ഇവിടെ ഉണ്ടാവും. ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആ ഡ്രൈവറിന്റെ ഫയൽ ഒന്ന് ജസ്റ്റ് റൺ ചെയ്താൽ മതി. ആ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോ കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കി. ഓക്കെ, ഇപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവര്, ഞാനിപ്പോ ചെയ്ത് നോക്കിയ ആ ഒരു കോഡില്ലേ, ദാ ഈ കോഡൊന്ന് ഈ കോഡ് ഒന്ന് റൺ ചെയ്തിട്ട് അവരവരുടെ വീഡിയോ ഔട്ട്പുട്ട് ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാവോ? ഇപ്പോ മൈക്രോ കൺട്രോളർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് കുറച്ച് ആൾക്കാർ, അവരൊന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ.
എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇററോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കോഡിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ടാസ്കും കൂടെ തരാം. അപ്പൊ അതും കൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും. മുസ്ലിം LED കണക്ട് ചെയ്യണ്ട, ഓൺ ബോർഡ് LED ഉണ്ട്. അത് ഞാനിപ്പോ ഇട്ട വീഡിയോ കണ്ടില്ലേ, അത് ഓൺ ബോർഡ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ പിൻ 13ലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഒരു LED ആണത്. എല്ലാരും ചെയ്യുന്നുണ്ടോ? വീഡിയോ ഇടണേ. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എത്ര പേര് ചെയ്യുന്നുണ്ട്, എത്ര പേര് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടുത്ത അപ്ഡേറ്റ് തരാം. വിവേക്, ആ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്നുണ്ടോ? നോക്കുവാണോ? അർഡിനോ കിട്ടിയവർ ഇട്ടാ മതി. അർഡിനോ കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോ സെൻസേഴ്സിലേക്കൊന്നും കടക്കാത്തത്. ഞാൻ ഈ സെറ്റപ്പിലേക്കുള്ള ഡൗട്ടും പ്രോഗ്രാമിന്റെ സിന്റാക്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എല്ലാവർക്കും ബോർഡ് കിട്ടാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തുള്ള സെൻസേഴ്സ് ഇന്റർഫേസ് ചെയ്തിട്ട് കടക്കും കാര്യങ്ങളിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഉള്ളവർ ചെയ്താൽ മതി. പ്രോഗ്രാമർ നോട്ട് റെസ്പോണ്ടിങ് എന്ന് കാണിക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസിൽ പോവുക, പ്രൊസസ്സറിൽ പോവുക. ഈ ഒരു 328p എന്ന് പറയുന്ന സെറ്റിംഗ്സിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് 328p ഓൾഡ് ബൂട്ട് ഓർഡറിലേക്ക് ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഓൾറെഡി ഓൾഡ് ബൂട്ട് ലോഡർ ആയിരുന്നുണ്ടെങ്കിൽ പുതിയ ബൂട്ട് ലോഡർ സെലക്ട് ചെയ്തിട്ട് ചെയ്തോ, മാറും. നോക്കിയിട്ട് മാറിയോ ഇല്ലയോ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യണേ.
വിവേകിന്റെ ഇഷ്യൂ മാറിയോ? വിവേക് ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഓക്കെ, സമൃദ്ധിന്റെ പ്രശ്നം മാറിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്യുന്നവര് ഇപ്പൊ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള സൊല്യൂഷനും കൂടെ പറഞ്ഞുതരാം. അതാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ ബോർഡ് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രോബ്ലം എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ ബോർഡ് കിട്ടാത്തവരും കൂടെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രോബ്ലംസിനെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ഓരോ ആൾക്കാർ ചെയ്തിടുന്നുണ്ട്. ഓക്കെ. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ഇനി ഞാനൊരു ടാസ്ക് തരാം. എനിക്ക് വേണ്ട പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാല് LED ആദ്യം 5 സെക്കൻഡ്സ് ഓൺ ആയി നിൽക്കണം. പിന്നെ 5 സെക്കൻഡ്സ് ഓഫ് ആയി നിൽക്കണം. പിന്നെ LED തെളിയണം. LED തെളിഞ്ഞു നിൽക്കേണ്ടത്, അതായത് ആദ്യം 5 സെക്കൻഡ്, പിന്നെ 5 സെക്കൻഡ് ഓഫ് ആയി, പിന്നെ ഒരു 3 സെക്കൻഡ് ഓൺ ആയിട്ട്, പിന്നെ ഒരു 4 സെക്കൻഡ് ഓഫ് ആയി നിൽക്കണം. ഓക്കെ, എനിക്ക് ഈ ഒരു ലൂപ്പാണ് വേണ്ടത്. ഓക്കെ, ഞാൻ അത് എന്താ വേണ്ടതെന്നുള്ളത് എൻ്റെ നീഡ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് പ്രോഗ്രാം ചെയ്ത് ഇട്ടേ നോക്കട്ടെ, എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് മൈക്രോ കൺട്രോളർ ഡിറ്റക്റ്റ് ആവാത്ത ഇഷ്യൂ ഉള്ളവർ CH340 എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താൽ ആ പ്രശ്നം മാറും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കേസ് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ മൈക്രോ കൺട്രോളർ ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെവലപ്മെന്റ് ബോർഡിൽ ഒരു പ്രോഗ്രാമിംഗ് IC ഉണ്ട്. ആ IC മോസ്റ്റ് ഓഫ് ദി Arduino നാനോയ്ക്കകത്തും CH340 എന്ന് പറയുന്ന ഡ്രൈവർ IC ആണ്. അപ്പോൾ ആ ഒരു ഡ്രൈവർ ICയെ സപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവർ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ഡിറ്റക്ട് ചെയ്യാത്ത ഇഷ്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിറ്റക്ട് ചെയ്യാത്തവര് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലത്തെ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക CH340 ഡ്രൈവർ. ഓക്കെ, അത് ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡൗൺലോഡ് ദി വിൻഡോസ് CH340 എന്ന് പറയുന്ന കാര്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്കും നിങ്ങളുടെ ഫയൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയിട്ട് സിപ്പ് ഫയൽ ആയിട്ടാണ് ഡൗൺലോഡ് ആവുക. ഓക്കെ, അതൊരു EXE ഫയലാണ്. അതിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് റൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതായത് അതിന്റെ പെർമിഷൻസ് ഒക്കെ ഓക്കെ കൊടുത്ത് വിട്ടാൽ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഫുൾ ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ IDE ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഡിറ്റക്റ്റ് ആവാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.
വർക്കിംഗ് വീഡിയോയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ഓക്കെ, വിവേക് എന്തായി? വിവേകിന്റെ ഓക്കെ ആയോ? ഓക്കെ. വിവേക് മീറ്റിംഗിലുണ്ടോ? വിവേക് മീറ്റിംഗിൽ ഇല്ലാന്ന് തോന്നുന്നു. വിവേക്, ഓക്കെ, വിവേക് മീറ്റിംഗിലില്ല. CH340 ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ചിലർക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. ഗൂഗിൾ ചെയ്യുക, CH340 എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്യുക. ഓക്കെ, വരുന്ന ഫസ്റ്റ് ലിങ്ക് വരുന്ന ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ദി വിൻഡോസ് CH340 എന്ന് പറയും. വിൻഡോസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ദി വിൻഡോസ് CH340 എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. പിന്നെ ആ ഒരു സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് CH3 4X ഇൻസ്റ്റാൾ വിൻഡോസ് വേർഷൻ 34.exe എന്ന് പറയുന്നുള്ള ഫയൽ ഉണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവും. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫുൾ ലാപ്ടോപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ചേഞ്ചസ് ഫുള്ള് അതിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ആവത്തുള്ളൂ. വിവേകിന്റെ ഓക്കെ ആയോ? വിവേകിന്റെ എന്തായി? അർഡിനോയിൽ ഇപ്പോഴും കാണിക്കുന്നില്ല. റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു സിസ്റ്റം, ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട്.
ഹൗ ടു ആഡ് പോർട്ട്. മനസ്സിലായില്ലേ വിവേക ചോദിച്ചത്? എന്താ ഉദ്ദേശിച്ചേ? ഹലോ ഹലോ, പറഞ്ഞോ പറഞ്ഞോ. ഹലോ, പറഞ്ഞോ വിവേകെ. ഹലോ ആ, കേക്കാം കേക്കാം, പറഞ്ഞോ. ഹലോ ഹലോ, കേൾക്കുന്നില്ല കേട്ടോ. ഹലോ. ഹലോ കേട്ടോ? ആ, കേക്കാം, പറഞ്ഞോ. ഇപ്പൊ പോർട്ട് ആടാക്കി, C340 ആടാക്കി ആയിരുന്നു. ഓക്കെ. പക്ഷെ എന്തായിരുന്നു, ഈ ടൂൾസിനോട് പോയി ഈ പോർട്ടിന് അവിടെ എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷൻ ഓക്കെ, സെലക്ട് ചെയ്യാൻ പറ്റില്ല. പോർട്ട് കാണിക്കുന്നുണ്ടോ? പോർട്ടിൽ ഡിറ്റക്ട് ആയ കോമ്പോർട്ട് കാണിക്കുന്നുണ്ടോ? ഇവിടെ ഡിവൈസ് മാനേജർ കാണിക്കുന്നുള്ളൂ. ഓക്കെ. ഓക്കെ. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഇല്ലില്ല. അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിസ്റ്റത്തിൽ കൂടെയാണോ മീറ്റിംഗ് കയറുന്നത്? അല്ലല്ല. ആ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തൊന്ന് നോക്കൂ. ആ ഉം. ഇതിനകത്ത് കിറ്റ് കിട്ടാത്തവർ എത്ര പേരുണ്ട്? ആ, അവരൊന്ന് കിറ്റ് കിട്ടാത്തവരൊന്ന് തംസ് അപ്പോ എന്തെങ്കിലും ഇടാവോ? എത്ര പേരുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. 1, 2. ഓക്കെ. ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടിയോ? റെസ്പോണ്ട് ചെയ്യേ കിട്ടാത്തവര്. ഓക്കെ. ഇൻസ്റ്റാളേഷനിൽ പ്രശ്നമുള്ള ഒരു ഗ്രൂപ്പിൽ പറ, നമുക്ക് ഇന്ന് തന്നെ സോൾവ് ചെയ്യാൻ കേട്ടോ എല്ലാം. ഓക്കെ. അപ്പം നാളത്തെ കൊണ്ട് എല്ലാവർക്കും കിറ്റൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇത്രയും നേരം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രോഗ്രാമിംഗ് സൈഡിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? അങ്ങനെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഉം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇന്ന് എല്ലാവർക്കും ഇൻസ്റ്റാളേഷൻ ഒക്കെയാണ്. അപ്പോൾ ഗ്രൂപ്പിൽ റെസ്പോണ്ട് ചെയ്തിട്ട് അവിടെ ക്ലിയർ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ. നമുക്കൊരു 8:50 വരെ നോക്കാം. ഡൗട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ. ഓക്കെ.
അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ മീറ്റിങ്ങിലുള്ള എല്ലാവരും പ്രസന്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേക്ക് കേട്ടോ. എന്നിട്ട് ഡൗട്ട് ഇല്ലാത്തവർ ലീവ് ചെയ്തോ. ഇൻസ്റ്റലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ലീവ് ചെയ്തോ കേട്ടോ. ഓക്കെ, ഇൻസ്റ്റലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടൊക്കെ അല്ലെങ്കിൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പോർട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടൊക്കെ ഗ്രൂപ്പിൽ ചോദിച്ചോ, ഞാൻ റെസ്പോണ്ട് ചെയ്യാം.